എല്ലാവർക്കും നഫ്സ് കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മേത്തി റൈസ്. ഞാൻ വനിതൻ്റെ കോമ്പറ്റീഷനൊക്കെ ഇതാണ് പ്രിപ്പയർ ചെയ്തത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ചിക്കന് 1.25 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, അത് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഓയിൽ 2 ടേബിൾ സ്പൂണാണ്, അത് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ എടുക്കാം. പിന്നെ ക്രഷ്ഡ് ചില്ലി 1.5 ടീസ്പൂണ്. ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും ക്രഷ് ചെയ്തിട്ടിരിക്കുന്ന ചില്ലിയും പിന്നെ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർക്കാം. ചിക്കനെ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി 5 അത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ചെറിയ ഉള്ളി 1 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം, പച്ചമുളക് 5 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് മേത്തി ലീവ്സാണ്. 1/2 കപ്പ് മേത്തി ലീവ്സ് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വെക്കുക, അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ലെമൺ ജ്യൂസ് 1 ലെമണ് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൗഡറുകൾ ഇടാം. മുളക് പൊടി, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നല്ല എരിവ് വേണ്ടാൽ 2 ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. പിന്നെ മേത്തി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. മേത്തി ലീവ്സ് അഥവാ ഇല്ലെങ്കിൽ നമുക്ക് കസൂരി മേത്തി ചേർക്കാം ഇതിലേക്ക്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കാം. നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. മസാല കാണാൻ തന്നെ നല്ല യമ്മി ലുക്കില്ലേ, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കി നോക്കുന്നത്. റൈസ് ഉണ്ടാക്കുന്ന നോക്കാം. സാധാ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ ഞാൻ 6 കപ്പ് ജീരകശാല റൈസ് എടുത്തിരിക്കുകയാണ്. ഗീ ആവശ്യത്തിന്, മല്ലിയില വേണം, ഉപ്പ്, കോക്കനട്ട് ഓയിൽ, പിന്നെ ഉള്ളി, ഗരം മസാല, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ വെള്ളം ആവശ്യത്തിന്. സാധാ നമ്മൾ ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെ വെക്കേണ്ടതാണ്. ഓയിലും ഗീയൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉള്ളിയിടുക. ശേഷം ആ സ്പൈസസൊക്കെ ചേർക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന
അരി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വറുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 കപ്പ് അരിക്ക് 9 കപ്പാണ് തിളപ്പിച്ച വെള്ളം എടുത്തിരിക്കുന്നത്. നല്ലോണം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. റൈസ് വെക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ തീരെ അറിയാത്ത ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീഡിയോ കാണിച്ചിരിക്കുന്നത്. മൂടി ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നുകൂടി എടുത്ത് 1-2 പ്രാവശ്യം നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മേലെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫുള്ള് റൈസും മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇത് മൂടി വെക്കാം. ഓക്കെ, നമ്മളെ ചിക്കൻ മേത്തി റൈസ് റെഡി ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയോ അല്ല സാദാ ചട്നിയോ അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.